15,927 ഭീമൻ കണ്ണാടികൾ. ഈ കണ്ണാടികൾ സൂര്യനിൽ നിന്നുള്ള ചൂടിനെ 560 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തും. ആ ചൂടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഏകദേശം 50,000 വീടുകൾക്ക് വൈദ്യുതി നൽകാൻ ശേഷിയുള്ള പദ്ധതി. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെ തോന്നുന്നില്ലേ? എന്നാൽ ഇത് സിനിമയല്ല. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ചൈന സ്ഥാപിച്ച സോളാർ തെർമൽ പവർ പ്ലാന്റ് ആണ്. സാധാരണ സോളാർ പാനലുകളിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ചൈനയുടെ ഈ പരീക്ഷണം ഭാവിയിലെ വൈദ്യുതി ഉൽപ്പാദനത്തെ എങ്ങനെ മാറ്റിമറിക്കും? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏകദേശം 8 ലക്ഷം ചതുരശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്നതാണ് ചൈനയുടെ ഈ മെഗാ പദ്ധതി. 15,927 ഭീമൻ കണ്ണാടികൾ ഉപയോഗിച്ച് അതിശക്തമായ താപനില സൃഷ്ടിച്ചാണ് ചൈന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ചൈനയിലെ ഷിജാങ് എന്ന പ്രദേശത്തെ ആൻഡോ കൗണ്ടിയിലാണ് ഈ വിസ്മയകരമായ സൗരോർജ്ജ പദ്ധതി ഒരുങ്ങുന്നത്. അതും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4,300 മീറ്റർ ഉയരത്തിൽ. പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അവിടെ നിരത്തിയിരിക്കുന്ന 15,927 ഹീലിയോ സ്റ്റാറുകളാണ്. പേരിൽ കണ്ണാടികളാണെങ്കിലും ഇവ സാധാരണ കണ്ണാടികളല്ല. സൂര്യന്റെ സ്ഥാനം നിരന്തരം പിന്തുടർന്ന് പ്രകാശത്തെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന സംവിധാനമാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു വലിയ സൂര്യകാന്തി പൂവ് പോലെ തോന്നുന്ന തരത്തിലാണ് ഇവയുടെ ക്രമീകരണം. ഇനി കണ്ണാടികൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. സൂര്യപ്രകാശം ഓരോ കണ്ണാടിയിലും പതിക്കുന്നു. കണ്ണാടികൾ ആ സൂര്യപ്രകാശത്തെ 210 മീറ്റർ ഉയരമുള്ള കേന്ദ്ര ടവറിലെ റിസീവറിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് കണ്ണാടികളിൽ നിന്ന് സൂര്യപ്രകാശം ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നു. അവിടെ അതിശക്തമായ താപനിലയിൽ ചൂട് രൂപപ്പെടും. ഇതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 560 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉപയോഗിച്ച് ഉരുകിയ ലവണങ്ങൾ ചൂടാക്കുകയും അതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. സാധാരണ സോളാർ പാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി സംഭരിച്ച താപം ഉപയോഗിച്ച് രാത്രിയിലും തുടർച്ചയായി 8 മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. അതായത് സൂര്യൻ അസ്തമിച്ച ശേഷവും ഈ പദ്ധതിയിലൂടെ സംഭരിച്ച ചൂട് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതാണ് സോളാർ തെർമൽ ടെക്നോളജിയെ കൂടുതൽ സ്ഥിരതയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സാക്കി മാറ്റുന്നത്. പ്രതിവർഷം 255 ദശലക്ഷം കിലോവാട്ട് പെർ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ്. ഇതിലൂടെ പ്രതിവർഷം 60,000 ടൺ കൽക്കരി ഉപയോഗവും ലാഭിക്കാനാകും. അതോടൊപ്പം പ്രതിവർഷം ഏകദേശം 1.65 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ ഒഴിവാക്കാനും ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് കണക്ക്. അതിശൈത്യവും ശക്തമായ കാറ്റും അൾട്രാവയലറ്റ് രശ്മികളും നിറഞ്ഞ ദുർഘടമായ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പ്ലാന്റ് ഒക്ടോബറോടെ പൂർണ്ണമായും പവർ ഗ്രിഡുമായി ബന്ധിപ്പിക്കും. ഏകദേശം 50,000 വീടുകളുടെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് ചൈനയുടെ കണക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയധികം ഉയരത്തിലുള്ള പ്രദേശത്ത് ഇങ്ങനെയൊരു വൻകിട എഞ്ചിനീയറിംഗ് പദ്ധതി പൂർത്തിയാക്കിയത് ആഗോളതലത്തിൽ തന്നെ ചൈനയുടെ വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ അന്തരീക്ഷവും -ഡിഗ്രിയിലേക്ക് താഴുന്ന കൊടും തണുപ്പും നിർമ്മാണഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ റോബോട്ടിക് സംവിധാനങ്ങളും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാലാവസ്ഥാ പ്രതിരോധ ഉപകരണങ്ങളുമാണ് ചൈന നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. സൂര്യൻ അസ്തമിച്ചാലും ഊർജം നിലയ്ക്കാത്തൊരു ലോകം, അതിലേക്കുള്ള ചൈനയുടെ ചുവടുവയ്പ്പാണ് ഈ കണ്ണാടികളുടെ കടൽ. ഇന്ന് 15,927 കണ്ണാടികൾ ഒരു ടവറിലേക്ക് സൂര്യപ്രകാശം കേന്ദ്രീകരിക്കുകയാണ്. നാളെ ഇതേ സാങ്കേതിക വിദ്യ ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള പുതിയ വഴിയായി മാറിയേക്കാം.